നമസ്കാരം, ഞാൻ സുനീഷ് യാദംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മളുടെ നാട്ടിൽ, കേരളത്തിൽ എസ്പെഷ്യലി, ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് വലിയൊരു ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആളുകളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലൊക്കെ. പക്ഷേ ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ആരുടെയൊക്കെയോ കൃത്യനിർവഹണത്തിൻ്റെ കുറവ് കൊണ്ട്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യാത്തതിൻ്റെ കുറവ് കൊണ്ട് ഇത്തരത്തിൽ ഭീതിയുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഈ സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടെങ്കിൽ അതിനോട് കൂടെ തെറ്റ് ചെയ്യാത്ത ആളുകളുടെ സ്വാതന്ത്ര്യത്തിനെ പോലും അയ്യോ അങ്ങോട്ട് പോകണ്ട അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഹനിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് തെറ്റിലേക്ക് പോകുന്ന കുട്ടികളോ ആളുകളോ ഉണ്ടെങ്കിൽ അവരിനെ നിർത്തുകയും അവരിനെ എൻഫോഴ്സ് ചെയ്തെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും തെറ്റ് ഒരിക്കലും ചെയ്യാതെ ആ മിനിമം ഫ്രീഡത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ വിട്ടിട്ട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതില്ലാതാവാൻ വേണ്ടിയിട്ട് ഒരുവിധം ഫ്രീഡത്തിൽ നടക്കുന്ന കുട്ടികളുടെ ഫ്രീഡത്തിനെ പോലും കർബ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് അതേ ആംഗിളിൽ എടുക്കാവൂ. ഇതിൻ്റെ അർത്ഥം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ തോന്നിയവാസത്തിന് തുറന്നു വിടണമെന്നല്ല. ആ കറക്റ്റായിട്ട് ആ പറയുന്ന ലക്ഷ്മണരേഖ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. തെറ്റായിട്ട് വ്യാഖ്യാനിക്കല്ല. ഇപ്പോൾ ആരോ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചെയ്യുന്ന, കുറച്ച് കുട്ടികൾ ചെയ്യുന്ന തോന്നിയവാസിന്, കുറച്ച് ആളുകൾ ചെയ്യുന്ന തോന്നിയവാസിന് മറ്റൊരുപാട് ആളുകളുടെ ലൈഫിനെ അത് വല്ലാതെ സ്ക്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സംഘടനാ നേതാക്കളും അല്ലെങ്കിൽ എല്ലാ ആളുകളും സൊസൈറ്റിയിലെ ലീഡേഴ്സ് മുഴുവൻ മനസ്സിലാക്കാതിരുന്നാൽ, നമ്മൾ ഇനിയും നമ്മുടെ സൊസൈറ്റിനെ സ്ക്യൂസ് ചെയ്താൽ വിപരീത ഫലം ഉണ്ടാവും. അതായത് വീണ്ടും നമ്മളിൽ നിന്ന് ആളുകൾ അകന്നു പോകാനും കുട്ടികൾ അകന്നു പോകാനും ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് കുട്ടികൾ പോകാനും ഒക്കെയുള്ള സാഹചര്യം കൊണ്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് വികാരപരമായിട്ടല്ല ഇത് നേരിടേണ്ടത്, വിചാരപരമായിട്ടും കൂടി ഇതിൻ്റെ അകത്ത് നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു അറിവ് നമ്മളുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്കും നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാവണം. എന്നിട്ട് ആ കുട്ടികളിനെയും ഈ സമൂഹത്തിനെ ചേർത്തിപ്പിടിച്ച് ഒപ്പം നിർത്തിക്കൊണ്ട് അതിനെ കേൾക്കാൻ തയ്യാറായിട്ട് വേണം നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ. ബിക്കോസ് മാറ്റങ്ങൾ വരുത്തേണ്ടത് മനസ്സിൽ നിന്നായിരിക്കണം. അത് ആത്യന്തികമായിട്ടായിരിക്കണം നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. തീർച്ചയായിട്ടും കടിക്കാൻ വേണ്ട പോത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുത്താൻ വേണ്ട പോത്തിൻ്റെ അടുത്ത് വേദോതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ആ അക്രമത്തിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഡിഫൻസ് മെഷറിൻ്റെ വഴിയുള്ളൂ, നിവൃത്തിയില്ല, എൻഫോഴ്സ് ചെയ്ത് തന്നെ നിർത്തണം. പക്ഷേ അല്ലാത്ത ഭാഗങ്ങളിൽ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ പോകാതിരിക്കണമെങ്കിൽ അതിന് ആത്യന്തികമായിട്ട് മനസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ചേർത്തിക്കൊണ്ട് വർക്ക് ചെയ്യണം. അതിൽ ചില പോരായ്മകൾ, ഇങ്ങനത്തെ ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ, ടെർബലൻസ് വരുമ്പോൾ വേവലാതിയും കൊണ്ട് ആളുകൾ വെപ്രാളപ്പെടുന്ന പോലെ ഒരുപാട് കാരണന്മാരും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ വെപ്രാളപ്പെട്ട് കുട്ടികളുടെയും അടുത്ത തലമുറയുടെയൊക്കെ യൂത്തിൻ്റെ എസ്പെഷ്യലി ഒരുപാട് ബേസിക് സ്വാതന്ത്ര്യത്തിനെ കർബ് ചെയ്യുന്നുണ്ട്. അത് ഡേഞ്ചറാണ് സിറ്റുവേഷനാണ് സമൂഹത്തിന്. അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനുള്ള ഒരു സംവിധാനം, ഞാൻ പറയുന്നതിൻ്റെ ആ പോയിന്റ് ആളുകൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.